ഇത്തവണത്തെ UPSC സിവിൽ സർവീസ് എക്സാംസിന്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞൂടാ. ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് ആദിത്യ ശ്രീവാസ്തവയാണ്. അദ്ദേഹം IIT കാൺപൂരിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡ്യുവൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അതുപോലെ സെക്കൻഡ് റാങ്ക് വന്നിരിക്കുന്നത് അനിമേഷ് പ്രധാൻ ആയിരുന്നു. അനിമേഷ് പ്രധാൻ NIT റൂർക്കലിൽ നിന്ന് CS-ലായിരുന്നു ബിടെക് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അതിന് തൊട്ടു മുമ്പത്തെ വർഷത്തെ ടോപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമാഹാരതി തെലങ്കാനയിൽ നിന്നുള്ള കാൻഡിഡേറ്റ് ആണ്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു IIT ഹൈദരാബാദിൽ നിന്ന്. അതിന്റെ മുമ്പത്തെ വർഷത്തെ ടോപ്പർ ആയിരുന്ന ഗാമിനി സിംഗ്ല, അവരും ബിടെക് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തിരുന്ന പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്. UPSC ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൽ നല്ലൊരു ശതമാനം പേരും ബിടെക് ഗ്രാജുവേറ്റ്സ് ആണ്. സ്റ്റുഡൻസ് വളരെ റെഗുലർ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 10th കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം സിവിൽ സർവീസ് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പം ഏത് കോഴ്സാണ് എടുത്ത് പഠിക്കേണ്ടതെന്ന്. അപ്പൊ അങ്ങനെ ബിടെക്കാർക്ക് എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള അഡ്വാൻറ്റേജ് ഈ സിവിൽ സർവീസ് മേഖലയിൽ ഉണ്ടോ? അല്ലെങ്കിൽ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 10th ശേഷം അല്ലെങ്കിൽ ഗ്രാജുവേഷന് ഏത് കോഴ്സ് എടുത്ത് പഠിക്കുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ? അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ദി കോഴ്സ് എന്ന് പറഞ്ഞിട്ട് സിവിൽ സർവീസിന് വേണ്ടിയായിട്ട് ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം ഇല്ല. എല്ലാ കോഴ്സസിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷെ ദർ ആർ സർട്ടൻ കോളേജസ്, അതല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് സിവിൽ സർവീസിന്റെ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പരിധി വരെ നിങ്ങളുടെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഡൽഹി സെന്റ് സ്റ്റീഫൻസ് ഒരു എക്സാമ്പിൾ ആണ്. അതായത് അവിടുത്തെ ഒരു എൻ്റയർ അറ്റ്മോസ്ഫിയർ തന്നെ ഈ സിവിൽ സർവീസസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു നല്ലൊരു പിയർ ഗ്രൂപ്പ്, നല്ലൊരു എക്സ്പോഷർ കിട്ടും നിങ്ങൾക്ക് പഠനകാലത്ത് തന്നെ. അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ കോഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോഴ്സ് ഹെൽപ്ഫുൾ ആവും എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ എടുക്കുന്ന കോഴ്സ് നിങ്ങളുടെ ഓപ്ഷണൽ പേപ്പറാക്കി കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് ഗ്രാജുവേഷൻ എടുക്കുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് വളരെയധികം സിവിൽ സർവീസ് പ്രിപ്പറേഷനെ സഹായിക്കും. പക്ഷെ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സിവിൽ സർവീസിൽ 48 ഓപ്ഷണൽ പേപ്പേഴ്സ് ഉണ്ട്. അതിൽ 26 കോർ പേപ്പേഴ്സും 22 ലാംഗ്വേജ് പേപ്പേഴ്സും ഉണ്ട്. അപ്പം ഇതിലേതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾ ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം ഈ പറഞ്ഞ കോർ സബ്ജക്റ്റുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബിടെക് ജനറൽ ആയിട്ട് എടുക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിടെക് പേപ്പേഴ്സ് ഇതിൽ കവർ ആവും. അപ്പം അതടക്കമാണ് ഈ 26 കോർ പേപ്പേഴ്സ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, അതായത് എല്ലാ ഓപ്ഷണൽ പേപ്പേഴ്സിനും ഉണ്ട് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ, അതായത് ആസ്പിരന്റിനെ അല്ലെങ്കിൽ കാൻഡിഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണ്, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സബ്ജക്ട് ഏതാണ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലെവലിൽ നിങ്ങളുടെ കംഫർട്ട്, നിങ്ങളുടെ ഇഷ്ടം, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഓപ്ഷണൽ പേപ്പർ ചൂസ് ചെയ്യുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഗ്രാജുവേഷൻ ചൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു പരിധി വരെ ഈ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യും. ഇനി ബിടെക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ബിടെക് ഗ്രാജുവേറ്റ്സ് UPSC സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യാൻ കാരണം? അപ്പം ഇതിൽ 1-2 കാര്യങ്ങൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി. വൺ ഓഫ് ദ റീസൺ ഇതാണ്. അതായത് ബിടെക് അഡ്മിഷൻ കിട്ടാൻ തന്നെ ഇവരെല്ലാവരും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ക്ലിയർ ചെയ്തിട്ടാണ് ഇവർ ഓൾറെഡി ബിടെക്കിന് അഡ്മിഷൻ വാങ്ങുന്നത്. ഇപ്പം ടോപ്പ് വരുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ ഒന്നില്ലെങ്കിൽ NIT അല്ലെങ്കിൽ IIT എന്നൊക്കെ ബിടെക് എടുത്തവരാണ്. അപ്പം IIT-യിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ JEE എന്ന് പറഞ്ഞിട്ടുള്ള വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം അവർ ക്ലിയർ ചെയ്യണം വൺസ്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഇങ്ങനെ ഉള്ളിലൊരു കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്തൊരു എക്സ്പീരിയൻസും ആ ഒരു കോമ്പിറ്റൻസ് അവരിൽ ഓൾറെഡി ഉണ്ട്. ഇതൊരു പരിധി വരെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തെ ഏറ്റവും അധികം എഞ്ചിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം ഓൾറെഡി UPSC സിവിൽ സർവീസ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൽ തന്നെ ബിടെക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ ഈ പ്രൊപ്പോർഷൻ സ്വാഭാവികമായിട്ട് എവിടെയും വരും, റിസൾട്ടിലും പ്രതിപാദിക്കും. അതും ഒരു കാരണമാണ് ബിടെക്കാരുടെ എണ്ണം ഇങ്ങനെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ കൂടാൻ. ഇനി പരമ്പരാഗതമായിട്ട് നമ്മളുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, അതായത് സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10th കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് +1 +2 ഹ്യൂമാനിറ്റീസ് എടുക്കുക, എന്നിട്ട് ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൽ BA ചെയ്യുക, എന്നിട്ട് സിവിൽ സർവീസ് എക്സാമിന് അപ്പിയർ ചെയ്യുക. ഈ ഒരു പാറ്റേൺ പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല, ബട്ട് ഇത് കമ്പൽസറി അല്ല. ഈ ഒരു പാറ്റേണിൽ പോയാൽ മാത്രമാണ് UPSC ക്ലിയർ ചെയ്യുള്ളൂ എന്നുള്ളതൊരു മിത്താണ്.
അതായത് നിങ്ങൾ UPSCയുടെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരും UPSC ക്ലിയർ ചെയ്യുന്നുണ്ട്. മെഡിസിൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ആർക്കിടെക്ചർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളവരുണ്ട്, BTech ഗ്രാജുവേറ്റ്സ് ഉണ്ട്, സയൻസ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർ UPSC ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പം ദി സബ്ജക്റ്റ് അല്ലെങ്കിൽ ദി കോഴ്സ് എന്ന് പറഞ്ഞിട്ട് UPSCക്ക് ആയിട്ട് അങ്ങനെ ഒരു കോഴ്സ് ഇല്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ എടുത്ത് പഠിക്കാം. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ആൻഡ് കമ്മിറ്റ്മെന്റ് ആണ്. അത് കൊടുക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോ കാണുന്നവരിൽ UPSC സിവിൽ സർവീസ് എക്സാം എഴുതാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്ഷണൽ പേപ്പർ ഏതാണ്, നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷൻ നിങ്ങൾ എടുത്ത സബ്ജക്ട് ഏതാണ്, എന്തുകൊണ്ടാണ് അത് എടുക്കാൻ കാരണം എന്നുള്ളത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ഇൻഡിക്കേറ്റർ ഫോളോ ചെയ്യുക. താങ്ക് യു.